മൈ ഡിയർ വ്യൂസ്, ത്രിബിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തതെല്ലാം വിട്ടേക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് എന്നാണ് കാണുന്നത് എന്നാണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ത്രീ ഓഫ് കപ്പ് കിട്ടിയ ത്രീ ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് ഒരു നല്ല സെലിബ്രേറ്റ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് കേട്ടോ. ഫ്രണ്ട്സുമായിട്ടെല്ലാം ഒന്ന് അടിച്ചു പൊളിക്കാനും എല്ലാം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടോ. വളരെ അട്രാക്റ്റീവാണ് നിങ്ങൾ കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ എംപ്രസ് കിട്ടിയിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവാണ്. നിങ്ങളെ കാണുമ്പം തന്നെ എല്ലാവരും ഒന്ന് നോക്കിപ്പോവും. അതാണ്, കാണാതെയെങ്കിലും ഒരിക്കൽ തിരിഞ്ഞ് നോക്കിപ്പോവും നിങ്ങളെ. അതാണ്, അത്രയും വളരെ അട്രാക്റ്റീവാണ് നിങ്ങൾ. രണ്ടാമത്തെ കാർഡ് തന്നെ എംപ്രസ്സാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഒരു ഭയമുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമൊന്നുമില്ല. കുറച്ചൊരു ഭയം തോന്നുന്നുണ്ട്, ബഹുമാനവും തോന്നും, ഒരു അഹങ്കാരിയാണോ എന്ന് തോന്നും. ഒരു കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സ്പിരിച്വലായ ഒരു വ്യക്തിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാവും. ഏതോ ഹൈ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഒരു നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും. ഏതോ ഒരു വലിയ കുടുംബത്തിലെ ഒരു ആളാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. പക്ഷേ അത്രയൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഹൈ ഫാമിലിയിലുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ലൈഫിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മനസ്സുറപ്പോടുകൂടെ നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ആര് പ്രശ്നത്തെ ഒരു ഭയവും കൂടാതെ നേരിടുന്ന ഒരു വ്യക്തിയാണ്. അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പ്രശ്നം വരും, നല്ല കാലം വരും, ചീത്തക്കാലം വരും. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് കാണുന്നത്. നിങ്ങളുമായിട്ടൊന്ന് കമ്പനിയാകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആഗ്രഹിക്കും. ആരും ഒന്ന് സംസാരിക്കണേനൊന്നൊന്ന് ആഗ്രഹിക്കും. പക്ഷേങ്കിൽ ഒരു ചെറിയ ഭയമുണ്ട്. നിങ്ങളുമായി സംസാരിച്ചാൽ മനസ്സിലാവും നിങ്ങൾ വളരെ സോഫ്റ്റായ ഒരു വ്യക്തിയാണ് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ അങ്ങനെയുള്ള ഒരുമാതിരിപ്പെട്ടവരെയൊന്നും കോമ്പൗണ്ടിൽ അടുപ്പിക്കുന്നൊരു വ്യക്തിയല്ല. നിങ്ങൾക്ക് ഒരു മനസ്സ് പിടിക്കണം. ആ ടൈപ്പ് ആൾക്കാരെ നിങ്ങൾ അടുപ്പിക്കുള്ളൂ. വേണ്ടാത്ത കാര്യങ്ങൾക്കെല്ലാം ഒരു ബൗണ്ടറി വെക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് അങ്ങനെയുള്ളതാണ് കുറിച്ച് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ
അടുത്തത് 5 ഓഫ് പെൻറ്റിക്കിളാണ്. 5 ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് നിരക്കാത്ത ഒന്നും കണ്ടോ അതിന് എന്താണെന്ന് വെച്ചാൽ ചെയ്തിരിക്കും. ഒരു പാവങ്ങൾ മുന്നിൽ നിർദ്ധരായവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിരിക്കും. ദൈവത്തിന് നിരക്കാത്തത് ആര് പ്രവർത്തിക്കുന്നത് കണ്ടോ അവിടെ നിങ്ങൾ അതിൽ കയറി വീണ് അതെന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കും. പാവങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഉറപ്പായിട്ടും. ഫുഡില്ലാത്തവർക്ക് ഫുഡ് കൊടുക്കും, ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് നിങ്ങളെ കാണുമ്പം തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയായാലും പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു സ്പിരിച്വലായ ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അവനവൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ആരെങ്കിലും ഒരു ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അതിന് ഇടപെട്ട് അതിന് ശരിയായ തീരുമാനം നിങ്ങൾ കൊടുക്കും. അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് നിങ്ങളെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അടുത്തത് 9 ഓഫ് വൺസ് ആണ്. 9 ഓഫ് വൺസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തും പോരാടി വിജയിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചൊരു തോന്നലുണ്ട്. എന്ത് പോരാടി നേടാനും ഒരു ദൃഢനിശ്ചയമുള്ളൊരു വ്യക്തിയാണ്. പ്രശ്നം എന്തുണ്ടെങ്കിലും അതിനെ ധീരതയോടെ നേരിടുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ കാണുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ചിന്തിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കോളൂ. നല്ലൊരു ഇച്ഛാശക്തിയും ഒരു വിട്ടുവീഴ്ചയും എല്ലാം ചെയ്യുന്നൊരു നല്ലൊരു ഇൻഡിപെൻഡൻ്റായ ഒരു വ്യക്തിയാണെന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വിട്ടുവീഴ്ച ചെയ്യാനും എല്ലാം വിട്ടുവീഴ്ചയെല്ലാം ചെയ്യുന്നൊരു എന്തിനും ഒരു കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇങ്ങനെ ഒരു വ്യക്തിയെ എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആര് മോഹിച്ചു പോകും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളിന്ന് ആണ്. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ ആഗ്രഹിക്കുന്നൊരു തരത്തിലുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് വെച്ചാൽ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നതെന്ന് വെച്ചാൽ സ്നേഹിച്ചാൽ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹിച്ചത് തന്നെയാണ്. പിന്നെ ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു പോരായ്മയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കും. പക്ഷേ ആ വ്യക്തിയിൽ നിന്ന് പിന്നെ ഒരു തിരിച്ചടി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ വിട്ട തന്നെയാണ്. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, തെറ്റിയാൽ കുത്തിക്കൊല്ലും എന്നൊരു ഇതില്ലേ പഴഞ്ചൊല്ല് അതുപോലത്തെ സംഭവമാണ് നിങ്ങളെന്നുള്ളത് ആൾക്കാർക്ക് അറിയാം. എന്ത് പ്രശ്നം വന്നാലും അതിനെ ധീരതയോടെ നേരിടുന്നൊരു വ്യക്തിയാണ്. ആരുടെ സഹായത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാഴ്ചയിൽ തന്നെ ഒരു സ്പിരിച്വലാണ് ഈ വ്യക്തി, ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ വളരെ പാടാണ്. പക്ഷെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് സ്നേഹിച്ചത് തന്നെയാണ്. എത്ര പ്രയാസമായാലും അത് നിങ്ങളുടെ ഉള്ളിൽ എത്ര പ്രയാസം ഉണ്ടെന്നെങ്കിലും നിങ്ങളത് പുറത്ത് കാണിക്കൂല. അത് ഒരു ചിരിച്ച മുഖത്തോടെയാണ് നിങ്ങൾ എപ്പോഴും പോവാം. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷേ അത് നിങ്ങൾ പുറത്ത് കാണിക്കൊന്നുമില്ല. വളരെ ഡിസിപ്ലിനുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങളെ ഡ്രസ്സിങ് സ്റ്റൈലും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും മനസ്സുറപ്പോടെ നേരിടും എന്നാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് വൺസ്.
വളരെ സക്സസ് നേടുന്ന ഒരു 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 ഉയരങ്ങളിൽ എത്തുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തിയിൽ എന്തൊക്കെയോ പവർ ഉണ്ട് എന്ന് നിങ്ങളെ കാണുമ്പം മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. ആ വ്യക്തി എവിടെയല്ലോ എത്തിച്ചേരാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് എന്ന്. നിങ്ങൾക്ക് ചിലപ്പം ഡിഗ്രിയോ ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലെങ്കിൽ കുറവായിരിക്കും, എങ്കിലും നിങ്ങളെ കാണുമ്പോൾ എന്നല്ല, നിങ്ങളുടെ ആ സംസാരത്തിലും എല്ലാം ഭയങ്കര എല്ലാറ്റിനെ പറ്റിയുള്ള ഒരു അറിവുള്ളൊരു വ്യക്തിയാണ് എന്നാണ് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയുന്നത്. ഒരു ലൈഫിനെ അതിൻ്റെ സൗന്ദര്യത്തിൽ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്. ഫോർ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ സക്സസ്സും നേടാൻ ആ വ്യക്തിയെ കൊണ്ട് കഴിയും. ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഇവിടെ എംപ്രസ്സാന്നല്ല വന്നിന്. എംപ്രസ് ഉണ്ടെങ്കിൽ തന്നെ ആ വ്യക്തി നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പാർട്ട്ണറാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരും നിങ്ങളെ കാണുമ്പം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അങ്ങനത്തെ ഒരു വ്യക്തി എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് എംപററാണ്. എംപറസിൻ്റെ താഴെ തന്നെ എംപറർ കിട്ടീന്. നിങ്ങൾ വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു സദസ്സിനെ തന്നെ കയ്യിലെടുക്കാൻ പവറുള്ളൊരു വ്യക്തിയാണെന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അത്രയും ഒരു സദസ്സ് പോയി കഴിഞ്ഞാൽ അതാര് എന്ന് ചോദിക്കും. നിങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതാരാ എന്ന് ചോദിക്കും. ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും നോട്ടവും വരുന്നത് നിങ്ങളുടെ മേലെയായിരിക്കും. എന്താ വെച്ചാൽ ഒരു ഡിഫറെൻ്റായിട്ട് നിങ്ങളെ കാണും ഒരു സദസ്സ് പോയി കഴിഞ്ഞാൽ. എംപറർ എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെയാണ്. അത്രയും വേറിട്ട് നിൽക്കും. നിങ്ങൾ ഒരു സദസ്സിൽ നിങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ സദസ്സിൽ നിങ്ങൾ വേറിട്ട് നിൽക്കും. അത്രയും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്. കുറച്ച് ഈഗോ ഒക്കെ ഉണ്ട്. സ്റ്റൈലിനും പവറിനും കുറച്ച് ഈഗോ ഒക്കെ വേണ്ടേ, അപ്പോഴല്ലേ കൂടുതൽ സ്റ്റൈലാവുക എന്നൊരു ഭാവത്തിലുള്ളൊരു, പക്ഷേ മറ്റുള്ളവർക്കെല്ലാം ഹെൽപ്പും കാര്യവും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത്രയും പവർഫുള്ളാണ് എന്നാണ് മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് പറയുന്നത്. ഒരു ഗുഡ് പോസിറ്റിവിറ്റി മറ്റുള്ളവർക്കും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവനവൻ്റെ ഉള്ള എന്തായിക്കോട്ടെ, ഒന്നിക്കൽ ബുദ്ധി കൊണ്ടായിക്കോട്ടെ, ശക്തി കൊണ്ടായിക്കോട്ടെ, അല്ല ധനം കൊണ്ടായിക്കോട്ടെ, എങ്ങനെയായാലും ഒരു ഹെൽപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു വ്യക്തിയാണെന്ന് നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട്. മറ്റുള്ളവർക്കൊരു അറിവാണെങ്കിലും അത് മറ്റുള്ളവർക്ക് കൊടുക്കും. മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട് കേട്ടോ. അടുത്തത് ഹൈറോഫൻ്റാണ്. എല്ലാം സ്പിരിച്വലായിട്ട് എല്ലാം നിലനിർത്തി പോകുന്ന ഒരു വ്യക്തിയാണ്. അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെയാണ് മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് പറയുന്നത്. ഒരു ദൈവികമായ എന്തെല്ലോ ഒരു ശക്തി ആ വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ഉള്ളിൽ പറയുന്നുണ്ട്. എന്തൊക്കെയോ ഒരു കഴിവുണ്ട് ആ വ്യക്തിക്ക്. ആ വ്യക്തിയിൽ യൂണിവേഴ്സിൻ്റെ ഒരു പവറുണ്ട് ആ വ്യക്തിയിൽ. എന്തോ ഒരു കഴിവ് ആ വ്യക്തിയിനുള്ളിൽ, നമ്മളെ ഉള്ളിൽ വായിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പാരമ്പര്യമായിട്ടും എല്ലാം ഉള്ള എല്ലാ ഇതും ഫോളോ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ഒന്നിനും ഒരു കുറവും വരുത്താതെ ഡിസിപ്ലിനോടും കൂടെ എല്ലാ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണെന്നാണ് മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് പറയുന്നത്. അടുത്തത് 4 ഓഫ് പെൻറ്റിക്കിളാണ്. അവനവൻ്റെ ജീവിത പങ്കാളിയെ ഹോൾഡ് ചെയ്ത് പിടിക്കും. അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാത്തൊരു വ്യക്തിയാണെന്നുള്ളത് മറ്റുള്ളവർ നിങ്ങളെക്കൊണ്ട് പറയുന്നുണ്ട്. എൻ്റെ ജീവിത പങ്കാളി എൻ്റേത് മാത്രം, അതിനെ ഒരു യൂണിവേഴ്സ് തന്ന നിധിയായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട്. അതിനെ തൊട്ട് കളിക്കാൻ ആരെയും വിടില്ല, അത് എൻ്റേതാണ്, അതിനെ ആരും നോക്കുപോലും വേണ്ട എന്നുള്ള ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങളെക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അടുത്തത്
10 ഓഫ് പെൻറ്റിക്കലാണ്. എല്ലാ ഐശ്വര്യവും എല്ലാ ഐശ്വര്യവും വന്നു ചേരും. ഇങ്ങനത്തെ ഒരു വ്യക്തി ലൈഫിലുണ്ടെങ്കിൽ നിന്ന് നിങ്ങളെ കൊണ്ട് മറ്റുള്ളവർ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യവും എനിക്ക് വന്നു ചേരും, എന്തും എനിക്ക് നേടാൻ പറ്റുന്നവരെ മറ്റുള്ളവരെ നിങ്ങളെ കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. കണ്ണൂർ ബിഗ് സോൾമേറ്റ് ഉത്രാടം. ആലപ്പുഴ എസ് അക്കൗണ്ടൻ്റ് രേവതി. എം തൃശ്ശൂർ. തൃക്കേട്ട ആലപ്പുഴ. കെ വിശാഖം. സെപ്റ്റംബർ മകം. എ കാസർഗോഡ്. ജൂലൈ രോഹിണി. എറണാകുളം എൽ. പി അത്തം. കോട്ടയം ഡിസംബർ. എച്ച് പാലക്കാട്. ഡി കോഴിക്കോട്. മലപ്പുറം ജി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇത് ആർക്കെല്ലാം റെസനേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.